എം മണിയെ കുറ്റവിമുക്തനാക്കി. മണക്കാട് പ്രസംഗത്തിൽ എം മണിയെ കുറ്റവിമുക്തനാക്കി. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ലെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ലെസ്ലി ജോൺ ചേരുകയാണ് വിവരങ്ങളുമായി. ലെസ്ലി, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചത്? വിശദാംശങ്ങൾ. ഗ്രീഷ്മ, വളരെ സുപ്രധാനമായ ഒരു കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രസിദ്ധമായ എം മണിയുടെ മണക്കാട് പ്രസംഗവുമായി ബന്ധപ്പെട്ട് പ്രകോപനപരമായ പ്രസംഗിച്ചു എന്ന് കാണിച്ചുകൊണ്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്മേലുള്ള വിടുതൽ ഹർജി, എം മണി നൽകിയ വിടുതൽ ഹർജി അനുവദിച്ചുകൊണ്ടാണ് കോടതിയുടെ സുപ്രധാന വിധി ഉണ്ടായിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ ഈ കേസ് നിലനിൽക്കില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസിൽ നിന്നും എം മണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തൊടുപുഴയിൽ നിന്നും ഉത്തരവായിരിക്കുന്നത്. കേരള പോലീസ് ആക്ടും ഇന്ത്യൻ പീനൽ നിയമങ്ങളും കോഡും അനുസരിച്ചുള്ള നിരവധി വകുപ്പുകൾ ചാർത്തിയായിരുന്നു മണക്കാട് പ്രസംഗവുമായി ബന്ധപ്പെട്ട് എം മണിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രസംഗത്തിന് ശേഷം 3 ദിവസം പിന്നിട്ട ശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇതിലെ സാങ്കേതികത്വം പോലും കോടതിയിൽ പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതെല്ലാം അംഗീകരിച്ച ശേഷമാണ് പ്രഥമ ദൃഷ്ട്യാ ഈ കേസ് നിലനിൽക്കില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിക്കുകയും വിടുതൽ ഹർജി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രതിഭാഗത്തിന് വേണ്ടി എം മണിക്ക് വേണ്ടി ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് എസ് ശ്രീകുമാറാണ് ഹാജരായത്. അദ്ദേഹം നിരത്തിയ വാദങ്ങളോട് കോടതി പൊരുത്തപ്പെടുകയും അത് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഗ്രീഷ്മ, ലെസ്ലി, കുറ്റവിമുക്തനാക്കാൻ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കോടതിയുടെ പൂർണ്ണതയുള്ള ഉത്തരവിന്റെ പകർപ്പ് ഇതുവരെ കോടതിയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടില്ല. ലഭ്യമാകുന്ന മുറയ്ക്ക് എന്തൊക്കെ പരാമർശങ്ങളാണ്, എന്തൊക്കെ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളുമാണ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് എന്നുള്ളതിന്റെ ധാരണ നമുക്കുണ്ടാകും. എന്തായാലും പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് വിടുതൽ ഹർജി അനുവദിച്ചിരിക്കുന്നത്. പ്രതിഭാഗം പ്രധാനമായും കോടതിയിൽ വാദിച്ചിരുന്നത് മണക്കാട് പ്രസംഗവുമായി ബന്ധപ്പെട്ട് പ്രകോപനപരമായ പ്രസംഗം അല്ല ഇത്. ഇത്തരം പ്രകോപനപരമായി പ്രസംഗിക്കുകയോ അതിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന നില തകരാറിനാവുന്ന തരത്തിലേക്ക് ഈ പ്രസംഗത്തിൽ വഴിവെച്ചിട്ടുമില്ല എന്ന പ്രതിഭാഗത്തിന്റെ പ്രധാന വാദമായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇത് ആസൂത്രിതമായ ഒരു കേസെടുക്കൽ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ ഇടപെടലുകൾ ഇതിന്മേൽ ഉണ്ടായി എന്നുള്ള വാദവും കോടതിക്ക് മുൻപാകെ പ്രതിഭാഗം നിരത്തിയിരുന്നു. അതുകൊണ്ടാണ് 3 ദിവസം പിന്നിട്ട ശേഷം പ്രസംഗം നടന്ന് 3ാം ദിവസം മാത്രമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നുള്ള കാരണവും കോടതിക്ക് മുമ്പാകെ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പ്രഥമ ദൃഷ്ട്യാ ഈ കേസ് നിലനിൽക്കില്ല എന്ന മണക്കാട് പ്രസംഗത്തിൽ എം മണിയെ കോടതി കുറ്റവിമുക്തനാക്കി.